യെസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 13 ദിവസം മാത്രം ബാക്കിയിരിക്കെ BJP ഡീൽ ആരോപണം കൊഴുക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ചിത്രമുയർത്തിയാണ് മുഖ്യമന്ത്രി VD സതീശനെ കടന്നാക്രമിച്ചതെങ്കിൽ CPM ജനതാ പാർട്ടി ബന്ധം ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. യെസ്, ബിജിൻ ബായാന്തോട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ബിജിൻ, തുടക്കത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട UDF സെറ്റ് ചെയ്യുന്നു. CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്, സംസ്ഥാനത്തിന്റെ 10 മണ്ഡലങ്ങളിൽ എന്ന ഒരു ആയുധം തുടക്കത്തിൽ തന്നെ തൊടുത്തുവിടുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും CPM നേതാക്കളും എത്തി ശരിക്കും ഡീൽ കോൺഗ്രസും BJP-യും തമ്മിലാണെന്ന് പറയുന്നു. ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ VD സതീശനെ നേരിട്ട് കടന്നാക്രമിക്കുന്നു. അദ്ദേഹത്തിന് 2006-ലെ ഈ ഗോൾവാൾക്കറിന്റെ പടത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന ചിത്രം ഒരു ആയുധമാക്കി ഉയർത്തുന്നു. അതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും. അപ്പോൾ ഈ ഡീൽ ആരോപണം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് അതിന്റെ എന്തൊക്കെ തുടർചലനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രി ആണ് മുഖ്യമന്ത്രി അവസാനമായി ഇക്കാര്യത്തിൽ ഒരു 2022 നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗം. അതായത് CPM BJP ഡീൽ, നേരത്തെ ജനതാ പാർട്ടിയുമായി CPM സഖ്യമുണ്ടാക്കി പിണറായി വിജയൻ ജയിച്ചത്, കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് അത് BJP ഡീലിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അന്ന് മറുപടി പറയുന്ന വീഡിയോ ആണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ VD സതീശനാണ് ഇക്കാര്യത്തിൽ BJP CPM ഡീൽ പല മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. അത് പിന്നീടൊരു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ ആരോപണവും പ്രത്യാരോപണവും ഒക്കെയായി മാറുന്ന വലിയ ചർച്ചാ വിഷയമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പക്ഷേ അതിന് പൂർണ്ണമായും VD സതീശനെയോ കോൺഗ്രസിനെയോ കടന്നാക്രമിച്ച് മറുപടി പറയാൻ നിന്നിരുന്നില്ല. CPM തീരുമാനിച്ചത് ആ ഘട്ടത്തിൽ ആ വിവാദം, അങ്ങനെയുള്ളൊരു ആരോപണം, അത് കോൺഗ്രസ് മാത്രം ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമായി ഒതുങ്ങട്ടെ എന്നുള്ളതായിരുന്നു CPM കണക്കുകൂട്ടൽ. പക്ഷേ കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ എത്തിയ ഘട്ടത്തിലാണ് വീണ്ടും അതിൽ കൂടുതൽ ശക്തി പകരുന്ന നിലയിൽ, ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന നിലയിൽ കേരളത്തിൽ BJP CPM ഡീലുണ്ട് എന്നുള്ള ആരോപണം ഖാർഗെ കൂടി ആവർത്തിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് മുഖ്യമന്ത്രി VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് VD സതീശനും ഒപ്പം തന്നെ ഗോൾവാൾക്കർക്ക് മുന്നിൽ RSS നേതാക്കൾക്ക് ഒപ്പം അതിന് തിരികൊളുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്യുകയും വലിയ ഒരു കടന്നാക്രമണം VD സതീശനെതിരായി നടത്തുകയും ഒക്കെ ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ ജനതാ പാർട്ടി സഖ്യവുമായി ബന്ധപ്പെട്ട്, അതായത് 70-ലും 77-ലും ഉൾപ്പെടെ CPM-ഉം ജനതാ പാർട്ടിയും കൈകോർത്ത് കോൺഗ്രസിനെതിരെ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട അന്നത്തെ ചിത്രങ്ങൾ, അതായത് KG ബാരാർ EMS-ന് ഒരു ബാഡ്ജ് കുത്തി നൽകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടായിരുന്നു VD സതീശന്റെ മറുപടി എന്ന് പറയുന്നത്. അതിനാണ് പിന്നീട് മുഖ്യമന്ത്രി രാത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട അതിന്റെ ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു മറുപടിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക്, അവസാന ആഴ്ചകളിലേക്കൊക്കെ കടക്കുമ്പോൾ CPM BJP ഡീൽ എന്ന ആരോപണം അത് കോൺഗ്രസും ഒപ്പം തന്നെ BJP CPM ഡീൽ എന്ന BJP കോൺഗ്രസ് ഡീലെന്ന ആരോപണം CPM-ഉം ഉയർത്തി തിരിച്ചടി നൽകുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ നിലവിൽ തുടരുകയാണ്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇരു പാർട്ടികളും, കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം നടത്തുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJP-യുമായി ഇരു പാർട്ടികൾക്കും പല മണ്ഡലങ്ങളിലും ഡീലുണ്ട്. അത് CPM-നെ പറ്റി ആദ്യമായി ഉയർത്തിയ VD സതീശൻ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ 2 ഹിന്ദു സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വേണ്ടി പിഷാരടി മത്സരിക്കുന്നു, BJP-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുന്നു. അങ്ങനെ 2 ഹിന്ദു സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും പാർട്ടി ചിഹ്നത്തിലല്ലാതെ മറ്റൊരു ആളെ അവിടെ CPM സ്വതന്ത്രനായി മത്സരത്തിനിറക്കുകയും ചെയ്ത ഘട്ടത്തിൽ അത് BJP-യെ സഹായിക്കാനുള്ള നീക്കമാണ്. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ ശബരിമല ഉൾപ്പെടുന്ന റാന്നിയിൽ ഉൾപ്പെടെ, ഒപ്പം തന്നെ തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത് 2020-ക്കാണ് BJP നൽകിയത്. അവിടെ CPM-നെ സഹായിക്കാനാണ് ഈ നീക്കം എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ആണ് കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഉയർത്തിയത്. അതിനുശേഷം പല മണ്ഡലങ്ങളിലും, അതായത് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ BJP കോൺഗ്രസ് ഡീലുണ്ട് എന്നുള്ള ആരോപണം തിരിച്ച് CPM-ഉം ഉയർത്തുകയാണ്. അത്തരത്തിലാണ് ആ ആരോപണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ പൊതു സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ VD സതീശൻ വൈകുന്നേരം തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടികൾ അല്പസമയത്തിനകം തന്നെ നടക്കാൻ ഉണ്ട്. അതിലൊക്കെ സ്വാഭാവികമായും ഇതേ ആരോപണം, CPM BJP ഡീൽ എന്ന ആരോപണം, അത് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ BJP കോൺഗ്രസ് ഡീൽ എന്ന ആരോപണം അത് CPM നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ ഉയർത്താൻ തന്നെയാണ്. 13 ദിവസമാണ് പരസ്യ പ്രചാരണം തീരാൻ ബാക്കിയുള്ളത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തുടക്കം മുതൽ ഒരുപക്ഷെ ഈ BJP ഡീൽ ആരോപണം UDF ഉയർത്തുന്നുണ്ട്.
പിന്നീട് താളിക്കത്തി അത് പല തലങ്ങളിലേക്ക് പരന്നു പോകുന്നു നമ്മൾ കാണുന്നു. ഇപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി രണ്ടു കൂട്ടരും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇനി ഈ 13 ദിവസവും പുതിയൊരു വിഷയം ഉയർന്നു വരുന്നതായി നമ്മൾ കാണുന്നില്ല. ഡീലിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയം അജണ്ട അതിൽ തന്നെ ചുരുങ്ങിക്കൂടുന്നത് നമ്മൾ കാണുന്നു. ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വികസനം അവർക്ക് ചർച്ചയാവേണ്ടതുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ശബരിമല ചർച്ചയാവണം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല ഒരു വശത്ത് ഉയർത്തിയായിരുന്നല്ലോ UDF പ്രചാരണം നയിച്ചത്. അപ്പോൾ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഈ ഡീലിൽ തന്നെ കത്തി നിൽക്കും പ്രചാരണ രംഗം എന്ന് കരുതേണ്ടതുണ്ടോ, അതോ വികസനത്തിലേക്കൊക്കെ പോകും? ഇപ്പോൾ CPM പ്രതീക്ഷിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അജണ്ടകളിലേക്കൊക്കെ ഇത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഈ 2-3 ദിവസത്തെ ലക്ഷണങ്ങൾ കണ്ടിട്ട്? സൈഫുദ്ദീൻ, കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. ഏത് നിമിഷവും വേണമെങ്കിൽ ചർച്ചാ വിഷയങ്ങൾ മാറാവുന്നതേ ഉള്ളൂ, വിവാദ വിഷയങ്ങൾ എന്തെങ്കിലും വരാൻ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. എന്തായാലും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നേരത്തെ ആലോചിച്ചിരുന്നത്, UDF ആലോചിച്ചിരുന്നത് അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നലെ കോടതിയിൽ നിന്ന് സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട അതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് ആശ്വാസം നൽകുന്ന വിധി അത്തരം ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ കഴിയും, CPM-നെ പ്രതിരോധത്തിലാക്കാൻ കഴിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത്തരം വിഷയങ്ങളിലേക്ക് ഒന്നും നിലവിൽ ചർച്ച പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. മറുവശത്ത് സ്വാഭാവികമായും CPM കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ, LDF നടത്തിയ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാ പ്രസംഗങ്ങളിലും അത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ സമൂഹത്തിൽ ഒരു വിവാദ വിഷയമായി നിലവിൽ ഇപ്പോൾ ഉള്ള ഈ ഡീൽ വിഷയം തന്നെയാണ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാറുമോ എന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും മാറാം. പക്ഷേ അതിന് അങ്ങനെ ഒരു കാരണമാകുന്ന ഏതെങ്കിലും വിഷയം നിലവിൽ എന്തായാലും ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ, അതായത് CPM-ഉം കോൺഗ്രസും ഉയർത്തുന്ന വിഷയങ്ങൾ, അത് ചരിത്രപരമായ നേരത്തെ ഉണ്ടായ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ പ്രചാരണം നടത്തുകയും ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് എത്രമാത്രം വിലപ്പോവും, എത്രമാത്രം ജനങ്ങൾക്കിടയിൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ നിലവിൽ ബാധിക്കുന്ന നിലയിലേക്ക് എത്തുമെന്ന കാര്യത്തിലാണ് ഇനിയുള്ള ആലോചന ഉണ്ടാവുക. എന്തായാലും തെരഞ്ഞെടുപ്പിലെ വിഷയം മാറാൻ അതിന് മിനിറ്റുകളോ നിമിഷങ്ങളോ മാത്രമേ വേണ്ടൂ. മറ്റൊരു വിഷയത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാണേണ്ടത്. സൈഫുദ്ദീൻ. ശരി വിജയൻ, എന്തായാലും ഇപ്പോൾ BJP ഡീലിൽ ഉടക്കി തന്നെയാണ് ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം മുന്നോട്ട് പോകുന്നത്. വിജയൻ സൂചിപ്പിച്ചതുപോലെ ഏത് നിമിഷവും പുതിയൊരു വിഷയം പൊട്ടി വീണേക്കാം. എന്തായാലും അങ്ങനെ ഒരു പുതിയ വിഷയം ഉണ്ടാകുന്നത് വരെ BJP ഡീൽ പുതിയ തലങ്ങളിലേക്ക് വികസിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.